മുഹമ്മദ് അൽ അമീൻ ഷംഖീത്തി റഹ്മഹുല്ലയുടെ ജീവചരിത്രം വായിക്കുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. അദ്ദേഹത്തിന് ഇബ്നു കസീർ ഷിബുഹു ഹിഫ്ലായിരുന്നു എന്നാണ്. ഇബ്നു കസീറിൻ്റെ തഫ്സീർ അദ്ദേഹത്തിന് ഷിബുഹു ഹിഫ്ൽ എന്ന് പറഞ്ഞാൽ മൊത്തം മനപ്പാടം എന്നല്ല, മറിച്ച് ഒരു മനപ്പാടം പോലെ ആയിരുന്നു എന്നെന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് നമുക്ക് ബോധ്യപ്പെടും. അദ്ദേഹത്തിൻ്റെ തഫ്സീർ വായിക്കുമ്പോൾ ഇബ്നു കസീർ റഹ്മുല്ല എന്താണോ പറഞ്ഞത് അത് അതേപോലെ കൊടുത്തിട്ടുണ്ടാവും. ഹിഫ്ൽ എന്ന് എടുത്ത് പറയാം, കാരണം അദ്ദേഹം ജനിച്ച സ്ഥലം അങ്ങനെയാണ്. ആ സ്ഥലത്ത് മൗറിറ്റാനിയയിൽ ആ രൂപത്തിലാണ് എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത് മൊത്തം ഹിഫ്ലായിരിക്കും എന്നാണ്, മൊത്തം ഹിഫ്ലായിരിക്കും. അദ്ദേഹത്തിന് നഹ്വ്, സർഫ്, ഭാഷ ഇതൊന്നും അദ്ദേഹം എന്ത് ചെയ്യൂല, പഠിപ്പിക്കുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം വായിച്ചു നോക്കുക പോലുമില്ല. അത്രയും എന്താണ് ആ വിഷയത്തിൽ അദ്ദേഹത്തിന് നൈപുണ്യം ഉണ്ടായിരുന്നു എന്നാണ്. അദ്ദേഹം ഹിഫ്ൽ പഠിക്കുന്ന സമയത്ത് ഖുർആനിലെ ഒരു പേജ് 100 പ്രാവശ്യം പാരായണം ചെയ്തിരുന്നു എന്നാണ്. ഖുർആനിലെ ഒരു പേജ് 100 പ്രാവശ്യം പാരായണം ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ തഫ്സീറിൻ്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഖുർആനിനെ ഖുർആൻ കൊണ്ട് വ്യാഖ്യാനിക്കലാണ്. ഖുർആനിനെ ഖുർആൻ കൊണ്ട് എന്ത് ചെയ്യും, വ്യാഖ്യാനിക്കും. ഖുർആനെ ഖുർആൻ കൊണ്ട് വ്യാഖ്യാനിക്കണമെങ്കിൽ ഒരു ആയത്ത് ലഭിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, അതിന് സമാനമായ ആയത്തുകൾ വേറെ പലയിടത്തുനിന്നും കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവരണമെങ്കിൽ അത്രയും ഹിഫ്ൽ ഉണ്ടാകണം, അത്രയും ഖുർആനുമായിട്ട് നല്ല ബന്ധം ഉണ്ടാകണം.